ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എണ്ണപ്പലഹാരങ്ങളൊന്നും കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു മൊമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സോസും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പം ആട്ടപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ആദ്യം ഒന്ന് ചപ്പാത്തിയെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കിതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കും. സാധാരണ വെള്ളമാണിത്, നോർമൽ വെള്ളമാണ്. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് നമ്മളിത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വെച്ചാൽ മതി. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത് വരെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലക്ക് വേണ്ടിയിട്ട് ചിക്കൻ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം തന്നെ അരച്ചെടുക്കണം. ഇതേപോലെ വേണം അരഞ്ഞ് കിട്ടാൻ. നല്ലപോലെ അരഞ്ഞ് കിട്ടണം. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ സോയാ സോസാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിന് സോയാ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുഴച്ച് വെച്ചിട്ടുള്ള മാവ് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഇതുപോലെ പൊടി ഇട്ടിട്ട് നല്ലോണം തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം ഞാനിത് ഒന്നായിട്ട് അങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിതാ ഫുള്ളായിട്ടിത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കനത്തിൽ നിങ്ങൾ പരത്തരുത്. ഒരുപാട് കട്ടി ഉണ്ടായാലും നമ്മുടെ മൊമോസ് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു കട്ടിയിൽ വേണം, നല്ല നൈസിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി നമ്മൾ ഒരു പീസ് എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ നമ്മൾ മടക്കി ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് കൂട്ടി പിടിച്ചാൽ മതി. അപ്പോൾ നല്ല ഈസിയാണ് ഇത് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊമോസ് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റീം ചെയ്താണ് ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഞാനിപ്പം ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രൈ ചെയ്ത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഓയിലൊന്നും തീരെ ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാനും കൂടി പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. 1 തക്കാളി ഞാനിപ്പോൾ മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം തന്നെ അരച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു പാത്രം വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയും പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസുമാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഇതിപ്പോൾ ഡാർക്ക് സോയയാണ്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതാ ടൊമാറ്റോയുടെ പേസ്റ്റ്, അതിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തത്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് കുറുകി വന്നാൽ നമ്മുടെ സോസും ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു മൊമോസിൻ്റെ കൂടെ ഈ സോസും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസ് റെഡിയാകുന്ന സമയത്ത് തന്നെ നമ്മുടെ മൊമോസും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇതാ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിലുള്ളിലെ മസാലയൊക്കെ വേവിക്കാതെയാണ് ഉള്ളിലേക്ക് ഫില്ല് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൈദ വെച്ചായാലും ആട്ട വെച്ചായാലും ഒരേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാ ദിവസവും എണ്ണ പലഹാരങ്ങളാണ് ഈ നോമ്പിന് നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഉള്ള സ്നാക്കുകൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാൻ. താങ്ക് യു.